അണ്ടർ-19 ലോകകപ്പിൽ യുഎസിനെതിരെ ആദ്യ മത്സരത്തിൽ 6 വിക്കറ്റിന് വിജയിച്ച ഇന്ത്യൻ ടീമിന്റെ അടുത്ത എതിരാളികളായി എത്തുന്നത് ബംഗ്ലാദേശാണ്. ബംഗ്ലാദേശ് അണ്ടർ-19 ടീമിന്റെ ലോകകപ്പിലെ ആദ്യ മത്സരമാണിത്. നിലവിൽ ബംഗ്ലാദേശ് ക്രിക്കറ്റും ഇന്ത്യൻ ക്രിക്കറ്റും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ കാരണം അണ്ടർ-19 ലോകകപ്പിലെ മത്സരം ഏറെ ശ്രദ്ധിക്കപ്പെടുമെന്ന് ഉറപ്പാണ്. വിജയത്തിൽ കുറഞ്ഞതൊന്നും ഇന്ത്യ പ്രതീക്ഷിക്കുന്നില്ല. എങ്കിലും വിജയം ഉറപ്പിക്കാൻ ചില പ്രശ്നങ്ങൾ ഇന്ത്യ പരിഹരിക്കേണ്ടതുണ്ട്. ബംഗ്ലാദേശിനെ നാണം കെടുത്താൻ ഇന്ത്യ പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത്തവണ അണ്ടർ-19 ലോകകപ്പിലെ ഏറ്റവും മികച്ച ടോപ്പ് ഓർഡറാണ് ഇന്ത്യൻ ടീമിനുള്ളത്. സീനിയർ താരങ്ങൾക്കെതിരെ വരെ മികച്ച പ്രകടനം നടത്തിയ വൈഭവ് സൂര്യവംശിയും ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭാവി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആയുഷ് മാത്രയുമാണ് ഓപ്പണർമാർ. വൺ ഡൗണിൽ ആരോൺ ജോർജ്, വേദാന്ത് ത്രിവേദി തുടങ്ങിയ ഓപ്ഷനുകൾ ഇന്ത്യൻ ടീമിനുണ്ട്. എന്നാൽ യുഎസിനെതിരെ ആദ്യ മത്സരത്തിൽ പ്രതീക്ഷിച്ച പ്രകടനം നടത്താൻ ഇന്ത്യൻ ടോപ്പ് ഓർഡറിന് സാധിച്ചില്ല. വൈഭവ് സൂര്യവംശി 4 പന്തിൽ 2 റൺസ് എടുത്തും ക്യാപ്റ്റൻ ആയുഷ് മാത്രെ 19 പന്തിൽ 19 റൺസ് എടുത്തും പുറത്തായി. വൺ ഡൗണായി ഇറങ്ങിയ വേദാന്ത് ത്രിവേദി 10 പന്തുകൾ നേരിട്ടാണ് 2 റൺസ് നേടിയത്. ഇക്കൂട്ടത്തിൽ വൈഭവ് സൂര്യവംശിയിൽ വലിയ പ്രതീക്ഷയാണ് ഇന്ത്യൻ ടീമിനുള്ളത്. എന്നാൽ യുഎസിനെതിരെ കൂറ്റനടിക്കുള്ള ശ്രമത്തിനിടെ വൈഭവിന്റെ കുറ്റി തെറിക്കുകയായിരുന്നു. ഏകദിനത്തിലും വൈഭവ് T20 ശൈലി പിന്തുടരുന്നതും ഗ്രിപ്പ് ചെയ്യുന്നതിലുള്ള പ്രശ്നങ്ങളുമാണ് തിരിച്ചടിയാകുന്നത്. ആയുഷ് മാത്രേക്കാണെങ്കിൽ ഷോട്ട് സെലക്ഷനിലാണ് പിഴവ് സംഭവിക്കുന്നത്. മികച്ച ടെക്നിക്കുള്ള താരമാണെങ്കിലും സ്ഥിരതയാർന്ന പ്രകടനം കാഴ്ചവെക്കാൻ ആയുഷിന് കഴിയുന്നില്ല. അണ്ടർ-19 ലോകകപ്പിലെ ഇന്ത്യയുടെ മുന്നോട്ടുള്ള പോക്കിൽ നിർണായകമായ പങ്കാണ് ആയുഷ് മാത്രയ്ക്ക് വഹിക്കാനുള്ളത്. ബംഗ്ലാദേശിനെ നാണം കെടുത്താൻ സാധിക്കണമെങ്കിൽ വൈഭവും ആയുഷ് മാത്രയും ഫോമിലേക്ക് എത്തേണ്ടതുണ്ട്. യുഎസിനെതിരെ താരതമ്യേന ചെറിയ സ്കോർ പിന്തുടർന്ന ഇന്ത്യൻ ടീമിന് 25 റൺസ് എടുക്കുന്നതിനിടെ 3 വിക്കറ്റുകൾ നഷ്ടമായിരുന്നു. ഇത്തരം സാഹചര്യങ്ങളിലാണ് മധ്യനിര നിർണായക റോൾ വഹിക്കേണ്ടി വരിക. യുഎസിനെതിരെ ഇന്ത്യയെ സംബന്ധിച്ച് പോസിറ്റീവായ ഘടകം ഇതുതന്നെയായിരുന്നു. അഭിഗ്യാൻ കുണ്ടുവിന്റെ പ്രകടനം യുഎസിനെതിരെ നിർണായകമായി മാറി. എന്നാൽ പലപ്പോഴും സ്ഥിരതയുടെ കാര്യത്തിൽ മധ്യനിര പിന്നോട്ട് പോകാറുണ്ട്. ലോകകപ്പിൽ തുടർന്നുള്ള മത്സരങ്ങളിൽ ഇത് സംഭവിച്ചാൽ ഇന്ത്യക്ക് തിരിച്ചടിയായി മാറും. അണ്ടർ-19 ലോകകപ്പിലെ യുഎസ് ബാറ്റിംഗ് നിരയെ തകർത്തത് 5 വിക്കറ്റുകൾ വീഴ്ത്തിയ ഹെനിൽ പട്ടേലായിരുന്നു. അണ്ടർ-19 ഏഷ്യ കപ്പിൽ ഇന്ത്യക്കായി 14 വിക്കറ്റുകൾ നേടി ദീപേഷ് ദേവേന്ദ്രനും തിളങ്ങിയിരുന്നു. എന്നാൽ ഏഷ്യ കപ്പ് ഫൈനലിൽ പാകിസ്ഥാനെതിരെ 347 റൺസാണ് ഇന്ത്യ വഴങ്ങിയത്. നിർണായക മത്സരങ്ങളിൽ ബോളർമാരുടെ പ്രകടനം നിരാശപ്പെടുത്തുന്ന തരത്തിലുള്ളതായി മാറുന്നത് ഇന്ത്യക്ക് തിരിച്ചടിയാകാറുണ്ട്. ലോകകപ്പിൽ ഇന്ത്യ പരിഹരിക്കേണ്ട മറ്റൊരു വിഷയം ഇതുതന്നെയാണ്. ഇന്ത്യ പാകിസ്ഥാൻ മത്സരങ്ങൾ താരങ്ങളെ സംബന്ധിച്ച് ഏറെ സമ്മർദ്ദം നൽകുന്ന പോരാട്ടങ്ങളാണ്. ഇതേ സാഹചര്യത്തിലേക്കാണ് ഇന്ത്യ ബംഗ്ലാദേശ് മത്സരങ്ങളും പോകുന്നത്. ബംഗ്ലാദേശിനെതിരെ ഇന്ത്യക്ക് സീനിയർ ക്രിക്കറ്റിൽ വലിയ ആധിപത്യമുണ്ടെങ്കിലും ജൂനിയർ തലത്തിൽ സമീപകാലത്ത് ബംഗ്ലാദേശ് മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട്. പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങൾക്കിടയിൽ നടന്ന അണ്ടർ-19 ഏഷ്യ കപ്പ് ഫൈനലിൽ ഇന്ത്യ പരാജയപ്പെട്ടിരുന്നു. നിലവിൽ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലാണ് വിഷയം നടക്കുന്നത്. ഈ സാഹചര്യത്തിൽ ജൂനിയർ താരങ്ങളുടെ ഒരു മത്സരം നടക്കുകയാണ്. വലിയ സമ്മർദ്ദമാണ് ഇത് താരങ്ങൾക്ക് നൽകുന്നത്. ഈ സമ്മർദ്ദങ്ങളെ അതിജയിക്കാൻ താരങ്ങൾക്ക് സാധിക്കേണ്ടതുണ്ട്. ആയുഷ് മാത്രയ്ക്കും സംഘത്തിനും അതിന് കഴിയുമെന്ന് തന്നെയാണ് ആരാധകരുടെ പ്രതീക്ഷ. ചരിത്രപരമായി ബംഗ്ലാദേശിനെതിരെ ഇന്ത്യക്ക് വ്യക്തമായ മേധാവിത്വമുണ്ട്. ഇരു ടീമുകളും 28 തവണ അണ്ടർ-19 ക്രിക്കറ്റിൽ ഏറ്റുമുട്ടിയപ്പോൾ 21 തവണയും ഇന്ത്യൻ അണ്ടർ-19 ടീമാണ് വിജയിച്ചത്. എന്നാൽ സമീപകാലത്ത് ബംഗ്ലാദേശിന്റെ പ്രകടനം മെച്ചപ്പെട്ടു വരികയാണ്. അവസാനമായി 2024 അണ്ടർ-19 ഏഷ്യ കപ്പിലാണ് ഇന്ത്യയും ബംഗ്ലാദേശും ഏറ്റുമുട്ടിയത്. ദുബായിൽ വെച്ച് നടന്ന ഈ മത്സരത്തിൽ 59 റൺസിനാണ് ബംഗ്ലാദേശ് വിജയിച്ചത്. 2020 ആദ്യമായി ബംഗ്ലാദേശ് അണ്ടർ-19 ഏഷ്യ കപ്പ് നേടുമ്പോഴും ഇന്ത്യയായിരുന്നു എതിരാളികൾ. അവസാനം കളിച്ച 5 മത്സരങ്ങളിൽ 2 തവണ വിജയിക്കാൻ ബംഗ്ലാദേശിന് കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും വിജയം തന്നെയാണ് ഇന്ത്യ ബംഗ്ലാദേശിനെതിരെ ലക്ഷ്യമിടുന്നത്. ആദ്യ മത്സരത്തിൽ യുഎസിനോട് വിജയിച്ച ഇന്ത്യക്ക് ബംഗ്ലാദേശിനെതിരെ കൂടി വിജയം നേടാനായാൽ അത് വലിയ ആത്മവിശ്വാസം പകരും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ബംഗ്ലാദേശിനെ തോൽപ്പിക്കാനുള്ള കരുത്ത് ഇന്ത്യൻ ടീമിനുണ്ട്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്കിടയിൽ കളത്തിനകത്ത് ബംഗ്ലാദേശിന് ആദ്യ തിരിച്ചടി നൽകാൻ ഇന്ത്യക്കുള്ള അവസരമാണിത്. ഇന്ത്യൻ കൗമാരപ്പടക്ക് അതിന് സാധിക്കുമെന്ന് തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്.